കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് മുളകും കൂടി ഇട്ടു, അരിപ്പൊടി ഇങ്ങനെ ചേർത്തു, ജീരകം വെച്ചെടുക്കണം. തേങ്ങ നല്ല ഗോൾഡൻ കളറിൽ മൂപ്പിച്ചെടുക്കണം. ഗോൾഡൻ കളറായി. ഇനി ചിരകി വെച്ച തേങ്ങയ്ക്കകത്തോട്ട് ഇടാം, കൊരിയിടാം. ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വറുത്ത തേങ്ങ ഇങ്ങനെ കൊരിയിടാം. നെയ്യില്ലായിരുന്നു, അതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്കകത്താണ് വറുത്തത്. നെയ്ക്കകത്ത് വറുത്താൽ അത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലോട്ടിട്. എല്ലാം പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്, നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്കായും പഞ്ചസാരയും ജീരകവും കൂടെ കൂടി പൊടിച്ചിട്ടുണ്ട്, അതിലോട്ട് ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കുക. അതുപോലെ ഇളക്കി യോജിപ്പിക്കുക, തിരുമ്മി യോജിപ്പിക്കണം. ഇതിന് ചേർക്കാനുള്ള ശർക്കരപ്പാനിയാണ്. പഴം മിക്സിയിൽ വെച്ച് അരച്ചെടുത്തതാണ്. ശർക്കരപ്പാനിയിലോട്ട് ഒഴിക്കാം. മധുരം ഉള്ളതുകൊണ്ട് ശർക്കരപ്പാനി കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാം. ഈ ചക്കപ്പഴം ചേർക്കാം. അതുപോലെ യോജിപ്പിച്ച് കുറേ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ ഇത് എന്തിനുള്ള റെസിപ്പിയാണ്. നമ്മൾ ചക്കയുടെ ഉണ്ടാക്കാൻ പോവുക. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളിന്ന് കൂവയില ആണ് ഉണ്ടാക്കുന്നത്, വാഴയിലല്ല. മെയിനായിട്ടുള്ള കൂവയില നോക്കി നമുക്ക് പറിച്ചെടുക്കാം. രണ്ട് സൈഡ് നല്ല വൃത്തിക്ക് കഴുകി നമുക്ക് തുടച്ചെടുക്കണം. ചക്ക കുമ്പിൾ ഉണ്ടാക്കാൻ പോവാണ്. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി കാണിക്കുന്നത് ഇങ്ങനെ. ഇത് അതിൻ്റെ വാല് ഭാഗം അകത്ത് വന്നിട്ട് ഇത് ഞെടുപ്പ് ഭാഗം പുറത്ത് വന്നത് വരണം. ആ ഞെടുപ്പ് ഇങ്ങനെ കുത്തണം, ആ രീതിയിൽ വരണം. ഇനി നമുക്ക് അട പരത്തും പോലെ പരത്തിയിട്ട് വെച്ച് നോക്കാം, ഏതാ നല്ലതെന്ന് നോക്കാമല്ലോ. കുമ്പിളപ്പം സെറ്റാക്കി വെച്ചു. ഇനി അടുപ്പിൽ വെച്ച് വേവിക്കുക. അപ്പോൾ മാക്സിമം വിറകടുപ്പിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക.